നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു വീട്. ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും വീടിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ വീടിൽ നിന്നും മെയിൻ ബസ് റൂട്ടിലേക്കുള്ള ദൂരം, വീട്ടിലേക്ക് വരുന്ന വഴി, അതുപോലെ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ, അതുപോലെ പിന്നെ വീടിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ ലഭ്യത, അത് കിണർ വെള്ളമാണോ വാട്ടർ കണക്ഷനാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഇതെല്ലാം നമ്മൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒത്തിണങ്ങിയ ഒരു വീടിൻ്റെ വീഡിയോയാണ് ഉൾപ്പെടുത്തുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. 4.3 സെൻറ്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു 4 ബെഡ്റൂം വീട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണ് അത്. ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയായി പൂക്കാട്ടുപടിയിലാണ്. പൂക്കാട്ടുപടി പെരുമ്പാവൂർ മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള അകലം വരുന്നത്. വീട് വരുന്നത് 4.3 സെൻറ്റിലാണ്. 2350 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. വീടിൻ്റെ മുമ്പിലായി വരുന്നത് ഈ കാണുന്ന ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന 3-3.5 മീറ്റർ വീടുള്ള മനോഹരമായിട്ടുള്ള റോഡാണ്. വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മതിൽ നൽകിയിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള മതിലാണ്. വീടിൻ്റെ എലിവേഷനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള നല്ല ഭംഗിയുള്ള മതിൽ. ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് മതിലിന് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് LED എല്ലാം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഗേറ്റ് വളരെ വലിയ ഗേറ്റാണ്. അത് സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് സ്ലൈഡ് ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ഗേറ്റാണ്. വീടിൻ്റെ അകത്ത് അത്യാവശ്യം സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നോവ പോലെയുള്ള 3 വാഹനങ്ങൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. 2 കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. അത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. മുറ്റത്ത് ഉപയോഗിച്ചിരിക്കുന്നത് താന്തൂർ സ്റ്റോണാണ്. അതിൻ്റെ ഇടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ അറിയാം വലിയ ഒരു സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 3 വാഹനങ്ങൾ ടോട്ടലി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ വീട്ടിൽ നമുക്ക് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി, കിണർ വെള്ളവും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ KWA വാട്ടർ കണക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ഏകദേശം 1 മീറ്ററോ 2 സൈഡിലും നമുക്ക് സ്പേസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫുൾ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾ ഉള്ളിലേക്ക് വരത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് കിഴക്ക് ദർശനമായിട്ടാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പുകളും കിഴക്കോട്ട് ഇറങ്ങുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മരം ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ്. ഫ്രണ്ട് ഏരിയ മുഴുവൻ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം ജനലുകളുടെ വലിപ്പവും അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം കണ്ടാൽ അറിയാം തേക്കൂട്ടിൽ വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് ഇതാണ്. 2 പാളികളുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഒരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. തേക്കൂട്ടിലാണ് മെയിൻ ഡോറും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് വരുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന പുതിയ കാർവിംഗ് ഡിസൈനിലുള്ള ടൈലുകളാണ്. വെട്രിഫൈഡ് ടൈലാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ടൈലാണിത്. ഇവിടെ നമുക്ക് 3 പാളി ജനൽ വരുന്നുണ്ട്. ഈ ജനലുകളുടെ എല്ലാം പ്രത്യേകത സാധാരണ വീടുകളെ അപേക്ഷിച്ച് നല്ല വലിപ്പത്തിലാണ് ജനലുകൾ കൊടുത്തിരിക്കുന്നത്. സാധാരണ വീടുകൾ 50 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വലിപ്പം വരിക. ഇവിടെ എല്ലാം 60 സെൻറ്റിമീറ്റർ കുറച്ചുകൂടി വലിപ്പത്തിൽ നല്ല എയർ പാസേജും വെന്റിലേഷനും എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സ്ക്വയർ റാഡുകളാണ് ഇതിൻ്റെ അഴികളായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ഫുള്ള് ബോർഡർ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് ഫുള്ള് ജനലുകൾക്ക് ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. TV യൂണിറ്റും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് നല്ല ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഒരു ലൂവേഴ്സിൻ്റെ ഡിസൈനിലാണ് ആ ഭാഗം വരുന്നത്.
ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും താഴെയുമൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾ ലൈറ്റുകളും വളരെ മനോഹരമായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പിലാണ് അത് വരുന്നത്. ലിവിങ് സ്പേസിൽ നിന്ന് അടുത്തതായി ഡൈനിങ് സ്പേസ് ആണ്. ഇതാണ് ഡൈനിങ് ഏരിയ. നല്ല നീളത്തിലുള്ള, നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിളെങ്കിലും മിനിമം ഇടാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈലുകളെല്ലാം സെയിം തന്നെയാണ്. ആ കാർവിംഗ് ഡിസൈനിലുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്ക് പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പായി വരുന്നത് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ജാഗ്വാറിൻ്റെതാണ് ഫിറ്റിങ്സുകളെല്ലാം. A to Z ഫിറ്റിങ്സ്, സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാറിൻ്റെതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, ഒരു ടവൽ റോഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു ജനലാണ് ഇവിടെ വരുന്നത്. 4 പാളിയുള്ള വളരെ വലിയ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രൊഫൈൽ LED ലൈറ്റുകൾക്കാണ് ഈ ഭാഗത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാൾ ലൈറ്റും നല്ല ഭംഗിയുള്ളത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് താഴത്തെ 2 ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കുമുള്ള എൻട്രൻസുകൾ വരുന്നുണ്ട്. നമുക്ക് ഇനി പോകേണ്ടത് കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് പോകുന്ന വഴിയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് കിച്ചൺ. ഇവരൊരു ആർക്കി ഡ്രൈവ് വരുന്നുണ്ട്. മനോഹരമായ രീതിയിലാണ് ആർക്കി ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ കൂടി ഉള്ള സ്പേസ് നമ്മൾ പുറത്ത് ചെയ്തിട്ടുണ്ട്. അത് വീടിൻ്റെ നമ്പറിങ്ങിന് ശേഷം ആ വർക്ക് ഏരിയ ചെയ്ത് നൽകുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഒരു ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട്. എല്ലാം മൾട്ടിവുഡിലാണ് ഈ ഭാഗമെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് കിച്ചൺ. വാൾ ടൈലുകൾ നൽകിയിരിക്കുന്നത് വൈറ്റ് കളറിലുള്ളതാണ്. ഇവിടെ കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. മുകളിലും താഴെയുമായിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കൊടുത്തത്. താഴെ ബീച്ച് കളറും മുകളിൽ ഒരു ഓഫ് വൈറ്റ് കളറുമാണ് കബോർഡുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. സിങ്ക് വരുന്നത് ഇതാണ്. ജാഗ്വാറിൻ്റേത് തന്നെയാണ്. എല്ലാ ഫിറ്റിങ്സുകളും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടുത്തെ ടാപ്പും അതിൻ്റെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിച്ചൻ്റെ പുറകുവശത്തായിട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. കൂടാതെ കിണർ വരുന്നത് ഈ ഭാഗത്തുമാണ്. അപ്പോൾ ഇത്രയുമാണ് കിച്ചൻ്റെ വിശേഷം. ഇനി 2 ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത്. ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ നിന്നാണ് ആദ്യത്തെ ബെഡ്റൂം. അവിടെ രണ്ടാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകൾക്കും ഈക്വൽ വലിപ്പം തന്നെയാണ് വരുന്നത്. നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ആ ബെഡ്റൂം. ഏകദേശം 13-12 വലിപ്പമുള്ള വലിയ ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ട് വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഹാൻഡിലുകളൊക്കെ കൊടുത്തിട്ട് ഉള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്യൂരിയോസൊക്കെ വയ്ക്കാവുന്ന ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം. ഫോൾ സീലിംഗും വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി പോകേണ്ടത് ബാത്റൂമിലേക്കാണ്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ കാണുന്ന ബാത്റൂം ഡോറാണ്. അത് തേക്കിൻ്റെ ഡിസൈനും ഒരു ഗ്രേ കളർ ഡിസൈനും കൂടിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. വലിയ വലിപ്പമുള്ള ബാത്റൂമാണ്. ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഈ ബാത്റൂം വരുന്നത്. ഭിത്തിയിലുള്ള ടൈലുകളെല്ലാം വലിയ ക്വാളിറ്റിയുള്ള പ്രീമിയം ബ്രാൻഡിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. അതെല്ലാം മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ തന്നെ നേരെ കയറി വരുമ്പോൾ തന്നെയാണ് വാഷ് ബേസിൻ. ജാഗ്വാറിൻ്റെതാണ് വാഷ് ബേസിൻ. അതുപോലെ തന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് തിരിക്കും ഗ്ലാസ് പാർട്ടീഷൻ ഇട്ട് തിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഷവർ വരുന്നത്. അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കുമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ വലിയ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വലിയ വിൻഡോ, മുകളിൽ എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു പ്രീമിയം ലുക്ക് നൽകുന്ന ഒരു ബാത്റൂം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള, നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്രയും തന്നെ വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂമിനെ പോലെ തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ ഡിസൈൻ. ഇവിടെ വാർഡ്രോബ് വരുന്നുണ്ട്. സെയിം ഡിസൈൻ തന്നെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ലാമിനേഷനിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഡ്രസ്സിങ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ സെയിം ബാത്റൂം ഡോർ തന്നെ വരുന്നുണ്ട്. ബാത്റൂം ഡോറിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ മരത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട് ബാത്റൂം ഡോറിൽ. നേരെ കയറി വരുന്നത് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമിലേക്കാണ്. കാർവിംഗ് ഡിസൈനുള്ള ടൈലുകളാണ് ബാത്റൂം ടൈലുകളായിട്ട് വാൾ ടൈലുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിലും അതേ ഡിസൈൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എല്ലാ ഫിറ്റിങ്സുകളും ജാഗ്വാറിൻ്റേത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത്രയുമൊക്കെയാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ. ഇനി പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ മുകളിലേക്കാണ്. ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ ഡിസൈനിലുള്ള ടെക്സ്ചർ വർക്കാണ് വരുന്നത്. പർഗോളകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ടെറസിലും ഒരു വലിയ പർഗോള ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഉപയോഗിച്ച് അത് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ചെയ്ത്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്നത് വലിയ അപ്പർ ലിവിങ് സ്പേസിലേക്ക് തന്നെയാണ്. നോക്കിയാൽ അറിയാം, വലിയ സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് ആയിട്ട് ഒരു ഭാഗത്ത് TV യൂണിറ്റാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുകളിൽ ഒരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. TV ഒക്കെ ആണുള്ള സ്പേസ് ഇവിടെയാണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരുപാട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് നോക്കിയാൽ നമുക്കറിയാം വളരെ സിമ്പിളായിട്ട് തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്ക് എല്ലായിടത്തും സിമ്പിൾ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാളിലെല്ലാം വാൾ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒരു 4 പാളി ജനലാണ് ഈ ഭാഗത്ത് വരുന്നത്. അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു ജനൽ. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ്. വളരെ വലിയ ബെഡ്റൂം. സാധാരണ വീടുകളൊന്നും കാണാത്ത രീതിയിൽ അത്രയ്ക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഏകദേശം ഒരു 15 അടിയെങ്കിലും നീളത്തിലും ഒരു 12 അടിയെങ്കിലും വീതിയിലുമുള്ള വലിയ ബെഡ്റൂമാണ് ഇത് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത്. ജനലിൽ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ വളരെ മനോഹരമാണ്. നോക്കിയാൽ അറിയാം, നല്ല പുറത്തേക്ക് നല്ല വ്യൂ കിട്ടുന്ന ഒരു ജനലാണത്. അതുപോലെ തന്നെ വാർഡ്രോബ് ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നു. അത് വളരെ മനോഹരമായിട്ടുള്ള മൾട്ടിവുഡിൽ ചെയ്ത വാർഡ്രോബാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും സിമ്പിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഡോർ വരുന്നത് ഇവിടെയാണ്. ഗ്രേ കളറും വുഡ് കളറും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബാത്റൂം ഡോറാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ബാത്റൂമുകളെ അപേക്ഷിച്ച് മുകളിലത്തെ ബാത്റൂമുകൾക്ക് അല്പം കൂടി വലിപ്പമുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ബാത്റൂമുകൾ ചെയ്തിരിക്കുന്നത്. നല്ല ടൈലുകളുടെ എല്ലാം പ്രീമിയം ലുക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി പറയുകയാണ്, എല്ലാ ബ്രാൻഡഡ് ഐറ്റംസാണ്. ജാഗ്വാറിൻ്റെതാണ് ഫിറ്റിങ്സ്. ഇത് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമാണ്. നേരത്തെ കണ്ട ബെഡ്റൂം തന്നെ പോലെ തന്നെയാണ് ഈ ബെഡ്റൂമും. ഏകദേശം ഒരു 15 അടി നീളത്തിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം ഒരു 11 അടിയൊക്കെ വീതിയും ഈ ബെഡ്റൂമിനുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളികളുള്ള 2 ജനലുകളാണ് വരുന്നത്. ഇത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ജനലുമാണ്. വാർഡ്രോബും ഒരുക്കിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെയാണ് വാർഡ്രോബ്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനുള്ള വാർഡ്രോബും കൊടുത്തിരിക്കുന്നു. മുകളിൽ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഈ ബെഡ്റൂമിന് നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അത് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെയാണ് ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. സെയിം ഡിസൈനിലുള്ള ബാത്റൂം വരുന്നുണ്ട്. കാർവിംഗ് ഡിസൈനിലുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സോസ്റ്റ് ഫാൻ്റെ പോയിന്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് അതിൻ്റെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ആണ്. വാട്ടർ ഹീറ്ററിൻ്റെ സ്ഥാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെറ്റും ഡ്രൈയുമായിട്ട് ഈ ബാത്റൂമും തിരിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റ് എല്ലാം വാൾ ഹാങ്ങിങ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പ്രീമിയം ലുക്കിലുള്ള ബാത്റൂം. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് തന്നെയാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്ലെറ്റും അതിൻ്റെ പൈപ്പ് കണക്ഷനെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നു. ഗ്രില്ല് ഉപയോഗിച്ച് ഈ ഭാഗത്തെല്ലാം മറച്ചിട്ടുണ്ട്. നമുക്ക് ഈ അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിന് ഈ ഗോവണിയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ അങ്ങോട്ട് പോകുന്നതിന് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പുകളെല്ലാം കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് ടെറസിലേക്കാണ്. വലിയ വിശാലമായിട്ടുള്ള ടെറസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ടറിൻ്റെ സ്റ്റാൻഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വാട്ടർ ടാങ്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരാൻ കാരണം ഈ ഇവിടെ നിന്നുള്ള വ്യൂ, താഴേക്കുള്ള വ്യൂ വളരെ മനോഹരമാണ്. താഴെ പാടി ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് അത്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ വീടിൻ്റെ ബാൽക്കണിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ബാൽക്കണി. ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കവേർഡ് സ്പേസിലാണ്. എൻ്റെ പുറകിലായിട്ട് ഒരു ടെക്സ്ചർ വർക്ക് കാണാം. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു ലൈറ്റ്, വാൾ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് നമ്മുടെ പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഓപ്പൺ സ്പേസ്, ഓപ്പൺ ബാൽക്കണി വരുന്നത്. അതിനും ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. ഒരു ഭാഗത്തായിട്ട് ഒരു
ബ്ലൂ കളർ ഷെയ്ഡിലൊരു ഭിത്തി കൊടുത്തിട്ടുണ്ട്. മുകളിൽ ടെക്സ്ചർ വർക്കും ഈ ഭാഗത്ത് വരുന്നുണ്ട്. നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ബാൽക്കണി. വീടിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ട വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിലയിലേക്കാണ്. വീട് വരുന്നത് 4.25 സെൻറ്റ് സ്ഥലത്താണ്. 2300 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നും 100 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള അകലം. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത് 12 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 4 കിലോമീറ്ററുമാണ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ലൊക്കേഷനിൽ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വിലയാണ് ഹൈലൈറ്റ്. ഈ വീടിന് നമ്മൾ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനായിട്ടും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഇവിടെ ഒരേപോലെയുള്ള 2 വീടുകളാണുള്ളത്. ഈ വീട്ടിൽ നമുക്ക് 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഇതിൻ്റെ പുറകിലും സെയിം ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു വീടാണുള്ളത്. അതും ഇതേ ഒരു റേറ്റിൽ തന്നെയാണ് വരുന്നത്. 2 വീടുകൾ ഒരേപോലെയുള്ള 2 വീടുകളാണ്. നിങ്ങൾക്ക് ഈ വീട് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്.